എല്ലാ മലയാളികൾക്കും മലയാളിയുടെ സ്വന്തം ചാനലായ ബെസ്റ്റ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോ ഞങ്ങൾ എത്രയും സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആഡ് ഫ്ലൈയുടെ ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ചെയ്യും. സോ ആഡ് ഫ്ലൈയിൽ എങ്ങനെ കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ റവന്യൂ ഉണ്ടാക്കണം, കൂടുതൽ വ്യൂസ് എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. സോ ആഡ് ഫ്ലൈയിൽ പൈസ ഉണ്ടാക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, കാരണം ഒത്തിരി വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ഫ്ലൈയിൽ കൂടുതൽ പൈസ കിട്ടാനുള്ള വകുപ്പുള്ളൂ. സോ ആഡ് ഫ്ലൈയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം അവസാനം കാണിക്കുന്നതാണ്. ആദ്യം എങ്ങനെയാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു എന്നോട് കുറേ പേര് ചോദിച്ചു എൻ്റെ വീഡിയോസ് എടുത്ത് കുറേ ആഡ് കൊടുക്കാമോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന്. അവർ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളിപ്പം ഗൂഗിളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബെസ്റ്റ് ഹെൽപ്പർ മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരുന്നത് വേറെ ഒത്തിരി വെബ്സൈറ്റുകളാണ്. അതായത് tech.firstpost.com അതുപോലെ wapbost.net അതുപോലെ hitmasti.com ഒക്കെയാണ്. സോ അവർക്കെല്ലാം ശരിക്കും ഇപ്പോൾ ആഡ് ഫ്ലൈയിലും അതുപോലെ വേറെ കുറേ കാര്യങ്ങളിലും പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർ ഇപ്പോൾ ചെയ്യുന്നത് സെയിം കാര്യമാണ്. ഇപ്പം ഞാൻ മലയാളി ബ്ലോഗ്സ്റ്റർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മറ്റേ ചാനലിലാണ് ഇപ്പോൾ കൂടുതൽ ഹൈപ്പ്. അതുകൊണ്ട് അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ 2-3 ദിവസമായിട്ട് കാണുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം ഒത്തിരി പേര് പല വെബ്സൈറ്റുകളിൽ ഇടാൻ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഇട്ടോളാൻ. സോ ഇപ്പം നിങ്ങൾ ഇവത്തെ വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പൈസ ശരിക്കും ആദ്യം കിട്ടുന്നത് ഈ വെബ്സൈറ്റിൽ ഈ 2dmovie.com എന്ന് പറഞ്ഞാൽ അവർക്കാണ് ആദ്യം പൈസ കിട്ടുന്നത്. അതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. സോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നിങ്ങൾ അടുത്ത വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാലും ഇതേ സെയിം തിങ് ആണ്. അതുപോലെ തൊട്ട് താഴെ വേറെ കുറേ വീഡിയോസ്. ഇതൊന്നും ഞങ്ങളുടെ വെബ്സൈറ്റ് അല്ല, പല ആൾക്കാരുടെ വെബ്സൈറ്റുകളാണ് ഇത് മുഴുവൻ. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഞങ്ങളുടെ ഇത് കയറ്റി പലരും കയറ്റി വിടുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അതിനുശേഷം ആഡ് ഫ്ലൈയുടെ ലിങ്കുകൾ കൊടുക്കാം, അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 10-200 വെബ്സൈറ്റ് ഒരു വർഷം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് 200 വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തോരം സെർച്ച് വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, സോ പേപ്പാലിൽ നമുക്ക് പൈസ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പം ചുമ്മാ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പേയ്പാൽ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. പേയ്പാൽ ഇല്ല എങ്കിൽ നിങ്ങൾക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. പേയ്പാലിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ പേയ്പാലിൽ നിങ്ങളുടെ റൗട്ടിംഗ് നമ്പരും അതുപോലെ അക്കൗണ്ട് നമ്പരും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേയ്പാലുമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഡ് ഫ്ലൈയിൽ നിന്ന് പൈസ ആദ്യം നിങ്ങൾക്ക് പേയ്പാലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം പേയ്പാലിൽ നിന്ന് നിങ്ങളുടെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ടാണ് പേയ്പാലിൽ ഇത് വേണമെന്ന് പറയുന്നത്. സോ അവസാനമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആഡ് ഫ്ലൈക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം തൊട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അകത്തെ ക്ലിക്ക് ചെയ്യുക. അകത്തെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സോ തൊട്ട് താഴെ ലിങ്ക് കൊടുക്കും, ആഡ് ഫ്ലൈ എന്ന് പറഞ്ഞ്. ഞാനിപ്പോൾ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഴയ ലിങ്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഈ ലിങ്കിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ ജോയിൻ നൗവെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാം. ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു എളുപ്പ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡും ഇമെയിലും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. പെട്ടെന്നായ എളുപ്പമുള്ള കാര്യമാണ്. ജോയിൻ നൗ കൊടുത്തു കഴിഞ്ഞാൽ പേര്, യൂസർ നെയിം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേയ്പാൽ സെറ്റായെങ്കിൽ ചെയ്യേണ്ട കാര്യം പേയ്പാലിലെ ഇമെയിൽ അഡ്രസ്സ് എടുത്ത് ആഡ് ഫ്ലൈയിൽ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അത്രയേ ഉള്ളൂ. സോ ലിങ്ക് തൊട്ട് താഴെയുണ്ട്, പേയ്പാലിൻ്റെയും ആഡ് ഫ്ലൈയുടെയും ലിങ്ക് തൊട്ട് താഴെയുണ്ട്. ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ വരിക, എന്നിട്ട് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുക. ഞങ്ങൾ സഹായിക്കാൻ പറ്റുന്ന ചോദ്യമാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഗൈസ്. മറക്കാതെ തന്നെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലിൽ ഒത്തിരി നല്ല വീഡിയോസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം എടുത്ത് പുതിയ വെബ്സൈറ്റുകളിൽ ഇടുന്ന എല്ലാ ചങ്ങായിമാർക്കും വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.